ഇന്നലെ പാരീസിൽ ഒരു വലിയ സംഭവം നടന്നു. നമുക്കെല്ലാവർക്കും അറിയാം, പാരീസിൽ ഒളിമ്പിക്സിൻ്റെ ഓപ്പണിംഗ് സെറമണി ആയിരുന്നു. കോടിക്കണക്കിന് മനുഷ്യർ, ലോകമെമ്പാടുമുള്ള മനുഷ്യർ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഓപ്പണിംഗ് സെറമണി കണ്ടു. ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു കായിക മാമാങ്കം മാത്രമല്ല, അത് വിവിധ സംസ്കാരങ്ങളെയും വിവിധ രാജ്യങ്ങളെയും എല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒത്തിരി നല്ല മൂല്യങ്ങളുടെ കൂടിവരവാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്പോർട്സിനോട് താല്പര്യമില്ലാത്തവർ പോലും ഒളിമ്പിക്സ് ശ്രദ്ധിക്കുകയും ഒളിമ്പിക്സിൽ പരിപാടികൾ കാണുകയും എല്ലാം ചെയ്യുന്നത്. പക്ഷേ നമ്മളെല്ലാം വേദനിപ്പിച്ച ഒരു സംഭവം, ഇന്നലത്തെ ഒളിമ്പിക്സിൻ്റെ പ്രധാന വേദിയിൽ ഒരാവശ്യവുമില്ലാതെ ക്രൈസ്തവർ വളരെ പൂജ്യമായിട്ട് കരുതുന്ന അന്ത്യത്താഴ ചിത്രത്തെ ഏറ്റവും വികലമാക്കി ചിത്രീകരിച്ചു എന്നുള്ളതാണ്. അത് എന്തായിരുന്നു ആ ചിത്രീകരണത്തിന് ലക്ഷ്യമെന്ന് പോലും നമുക്കറിയില്ല. ഏതാണ്ട് 18 പേര് നടുക്ക് ഒരു ഈശോയുടെ രീതിയിൽ ഒരു ഹാലോയോടുകൂടി ഒരു വ്യക്തി, പിന്നെ കുറേ പേര് സൈഡിലെല്ലാം ഇരുന്നു കൊണ്ട് ക്രൈസ്തവരുടെ വിശുദ്ധമായ ഒരു പ്രതീകത്തെ, വിശുദ്ധ കുർബാനയെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രത്തെ വികലമായിട്ട്, പരിഹാസ്യമായിട്ട് അവതരിപ്പിച്ചു. അത് നമ്മൾ ചിന്തിക്കുന്നത്, മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെ ആയിരുന്നെങ്കിൽ അവർക്ക് ആ ഒളിമ്പിക്സ് നടത്താനായിട്ട് സാധിക്കുമായിരുന്നു. ഒരിക്കലുമില്ല. നമ്മൾ ക്രൈസ്തവർ ഇതൊന്നും കണ്ട് ആർക്കുമെതിരെ ഒന്നും പ്രതികരിക്കുന്നു ഒന്നുമില്ല. നമ്മൾ പ്രതികരിക്കാനും പോകുന്നില്ല, പ്രതികരിക്കണമെന്നുമല്ല ഇതിൻ്റെ ഒന്നും. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഈ ലോകത്തിൻ്റെ മാറ്റങ്ങൾ, ലോകം എപ്പോഴും കരുത്തുള്ളവൻ്റെ കൂടെയും ആക്രമണകാരിയുടെ കൂടെയും ഒക്കെ പക്ഷം പിടിക്കുകയാണ്. അക്രമങ്ങളെ ന്യായീകരിക്കുന്നവർ, അതുപോലെ അധീശത്വങ്ങളെ ന്യായീകരിക്കുന്നവർ. കാരണം തങ്ങൾ ബലഹീനരാണെന്നുള്ളൊരു ചിന്തയുണ്ടാകുമ്പോൾ പിന്നെ ബലവാന്റെ കൂടെ കൂടുകയാണ് ഏറ്റവും പഥ്യം എന്ന് കരുതുന്ന വ്യക്തികൾ. അത് തന്നെയായിരിക്കാം ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഫ്രാൻസിൽ തന്നെ മറ്റ് മതവിഭാഗങ്ങളുണ്ട്. അവർക്കെതിരെ ഒന്നും ഒരു പരാമർശം പോലും നടത്താൻ ആരും തയ്യാറാവില്ല, ആരും ധൈര്യപ്പെടില്ല. പക്ഷേ ക്രൈസ്തവ സമൂഹം എന്നും സ്നേഹത്തിൻ്റെ ഒരു വലിയ സംസ്കാരത്തെ ഈ ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുത്ത ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അതിപാവനമായ ചിഹ്നങ്ങളെയാണ് ഇവരൊക്കെ അതിവികലമായിട്ട് ചിത്രീകരിക്കുന്നത്. അതിനെ അപലപിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകം ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നന്മയുടെ വഴിയെ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും.